Good afternoon. I'm Akshaya. I had an All India rank of 2627 in the year 2020, and now I'm doing third year MBBS in AIIMS Nagpur. Today we'll be continuing with part 4 of the chapter Molecular Base of Inheritance. നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വിൽ കണ്ടിന്യൂ വിത്ത് ദ ചാപ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെപ്ലിക്കേഷൻ DNA-യുടെ റെപ്ലിക്കേഷന്റെ പ്രോസസ്സ് പഠിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റാർട്ടിങ് വരെ കണ്ടിരുന്നു. അതിന് മുമ്പ് കുറച്ച് ബേസിക് നോളജ് എന്താന്നൊക്കെ പറഞ്ഞു. നമ്മുടെ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും മനസ്സിലാക്കാനില്ല. പ്രോകാരിയോട്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DNA പോളിമറേസസ് കണ്ടു. ആൻഡ് അത് കഴിഞ്ഞ് ജീൻസിന്റെ 2 ടൈപ്സ് പഠിച്ചു. ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ the process starts from DNA being converted into first primary transcriptome. And നമുക്കറിയാം എക്സോൺസും ഇൻട്രോൺസും ഉള്ള പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് റീഡബിൾ അല്ല എന്ന് വെച്ചാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡയറക്ട്ലി പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇൻട്രോൺസ് നോൺ കോഡിംഗ് ആണ്. കോഡിംഗ് ആയ സാധനങ്ങൾ മാത്രം നമുക്ക് പ്രോട്ടീൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അമിനോ ആസിഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അടുത്ത പ്രോസസ് അണ്ടർഗോ ചെയ്യും, വിച്ച് ഇസ് നോൺ ആസ് സ്പ്ലൈസിങ്. സ്പ്ലൈസിംഗ് വെച്ചാൽ എന്താണ്? ഇൻട്രോൺസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്. ആൻഡ് ഫൈനലി ഇൻട്രോൺസ് റിമൂവ് ചെയ്ത് കോഡിംഗ് സീക്വൻസസ് ആയ എക്സോൺസ് മാത്രം കണ്ടെയ്നിങ് ആയിട്ടുള്ള mRNA നമ്മൾ ഫൈനലി ഉണ്ടാക്കും. ആൻഡ് ദിസ് mRNA ഓൺ അണ്ടർഗോയിങ് ട്രാൻസ്ലേഷൻ നമുക്ക് പ്രോട്ടീൻ കിട്ടും. ഇനി പ്രോകരിയോട്സിനും യൂകരിയോട്സിനും സൈറ്റ്സിൽ ഡിഫറൻസ് വന്നിരുന്നു. ആൻഡ് RNA സിന്തസിസിൽ നമുക്ക് ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തു. DNA ടെംപ്ലേറ്റ്, DNA ഡിപെൻഡന്റ് RNA പോളിമറേസ്, dinucleoside triphosphate for energy, and factors like magnesium, manganese, rho factor, sigma factor. And അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട് നിങ്ങൾക്ക് ഒരു MCQ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നമുക്കറിയാം മെയിൻ സ്ട്രക്ചറൽ ജീൻ ആണ് മെയിൻ. അതിനു മുമ്പ് നമ്മുടെ എൻസൈം വന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇത്രയും ഭാഗത്താണ് ഇപ്പോ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഐഡന്റിഫയർ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയർ ഗ്രൂപ്പ് പോലെ ഐഡന്റിഫൈ ചെയ്യാൻ എന്താണ് നമ്മുടെ പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്. ആൻഡ് എൻഡ് ആവുമ്പോ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് എൻസൈംസിനെ വിട്ട് പോവാം ആൻഡ് ദ പ്രോസസ് ഓവർ എന്ന് അറിയിക്കാൻ വേണ്ടി എൻഡിൽ ഒരു ടെർമിനേറ്റർ മോളിക്യൂൾ ഉണ്ട്, വേർ ട്രാൻസ്ക്രിപ്ഷൻ ഇസ് സ്റ്റോപ്പ്. ആൻഡ് സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ എൻസൈമിൽ ഒരു ഐ പോലെ ആക്ട് ചെയ്യുന്ന ഏത് ഫാക്ടർ ആണ്? സിഗ്മ ഫാക്ടർ, വിച്ച് ഹെൽപ്സ് ഇറ്റ് ടു attach to the attachment of the enzyme to the transcription units അല്ലെങ്കിൽ to the promoter. And promoter, structural gene and terminator. Termination help ചെയ്യുന്ന rho factor, attachment help ചെയ്യുന്ന sigma factor. ഈ 3 promoter, structural gene and terminator finally എന്താക്കും? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമുക്കറിയാം ഓൾവേസ് സിന്തസിസ് ഏത് ഡിറക്ഷനെ നടക്കുള്ളൂ? 5' to 3' ഡിറക്ഷനെ നടക്കുള്ളൂ. ആൻഡ് നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് അല്ലെങ്കിൽ നോൺ കോഡിംഗ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ആന്റിസെൻസ് സ്റ്റാൻഡ് ഇമ്പോർട്ടൻസ് ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താണ്? ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്നാണ് പുതിയ RNA ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ RNA ഉണ്ടാവുന്നത് ബീങ് കോംപ്ലിമെന്ററി ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദി നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, വിച്ച് ഇസ് വൈ ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. എന്താണ്? RNA-യിൽ T ഇല്ലാത്തത് ഇൻ ദ പ്ലേസ് ഓഫ് T ദർ ബി U. ടൈമിന്റെ പ്ലേസിൽ യുറാസിൽ, ബാക്കിയൊക്കെ എക്സാക്ട് സെയിം ആയതുകൊണ്ട് നമ്മൾ നോൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് ബീങ് ഓൾമോസ്റ്റ് സിമിലർ ടു ദി RNA സിന്തസൈസ്ഡ് നമ്മൾ എന്ത് വിളിച്ചു? കോഡിംഗ് സ്റ്റാൻഡിന് അല്ലെങ്കിൽ സെൻസ് സ്റ്റാൻഡിന് വിളിച്ചു. ഇനി ഞാൻ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് എന്താണ്? നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഏത് ഡിറക്ഷനിൽ തന്നാലും നിങ്ങൾ ഉണ്ടായി വരുന്ന mRNA ഏത് ഡിറക്ഷൻ ഉണ്ടാക്കാവൂ? 5' to 3'. ആൻഡ് ഇത് എങ്ങനെ ഉണ്ടാക്കാവൂ? ടെംപ്ലേറ്റ് സ്റ്റാൻഡാണ് തന്നെങ്കിൽ നിങ്ങൾ കോംപ്ലിമെന്റാരിറ്റി വെച്ച് കണ്ടുപിടിക്കണം. പക്ഷെ കോഡിംഗ് സ്റ്റാൻഡാണ് ഡയറക്ട്ലി തന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ ഉൾപ്പെടെ നമുക്ക് കോപ്പി അടിച്ച് എഴുതാം. കാരണം എന്താ? ബീങ് കോഡിംഗ് സ്റ്റാൻഡ് വിച്ച് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദി നമ്മുടെ ഉണ്ടായി വന്ന mRNA. ഇനി കണ്ടുവന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. എന്ത്? നമ്മുടെ സെൽ സൈക്കിളിൽ ഏതിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്? G1 ആൻഡ് G2ലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഇനി 2 സ്ട്രാൻഡ് ഉണ്ട്. ഒന്ന് 3' to 5', ഒന്ന് 5' to 3'. 3' to 5' എന്ത് വിളിച്ചു? ടെംപ്ലേറ്റ് എന്ന് വിളിച്ചു. ആൻഡ് ഉണ്ടായി വരുന്ന RNA ഏത് ഡയറക്ഷൻ ആണ്? 5' to 3' സിന്തസൈസ് ചെയ്യണമെങ്കിൽ ഏതിൽ വരണം? നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ കോംപ്ലിമെന്റാരിറ്റി ഉണ്ടാവണം. ആൻഡ് നമുക്കറിയാം സ്ട്രക്ചറൽ ജീൻ കുറച്ച് ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ കൺസിഡർ ചെയ്താൽ നമുക്ക് അതിന്റെ ഇപ്പുറത്ത്
പ്രൊമോട്ടർ ഏത് സൈഡിലാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും 5' എൻഡ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു ഏത് സ്റ്റാൻഡേ പറയാൻ പാടുള്ളൂ, കോഡിംഗ് സ്റ്റാൻഡിന്റെ വിത്ത് റെസ്പെക്ട് പറയാൻ പാടുള്ളൂ. കോഡിംഗ് സ്റ്റാൻഡ് 5' എൻഡിലാണ് നമ്മുടെ പ്രൊമോട്ടർ. ആൻഡ് ടെർമിനേറ്റർ ഏത് എൻഡിലായിരിക്കും 3' എൻഡ് ഓഫ് കോഡിംഗ് ടെർമിനേറ്റർ. അപ്പോ നമ്മുടെ നടുക്ക് എന്തുണ്ട്, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്. പക്ഷെ ഈ സ്ട്രക്ചറൽ ജീനിന്റെ രണ്ട് എൻഡ്സിലും സ്റ്റാർട്ടിങ്ങിലും എൻഡിലും രണ്ട് സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിന് എന്ത് വിളിക്കും, ഒന്ന് ലീഡർ സീക്വൻസ്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ആൻഡ് ഈ ലീഡർ സീക്വൻസിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഷൈൻ ഡാൽഗാനോ സീക്വൻസ്. ആൻഡ് എൻഡില് അഗൈൻ ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിന് നമ്മൾ എന്ത് വിളിച്ചു, ട്രെയിലർ സീക്വൻസ്, അതായത് ട്രെയിൽ ചെയ്യുന്ന എൻഡിലെ സീക്വൻസിന്. ആൻഡ് ഈ രണ്ട് സീക്വൻസിന്റെയും പ്രത്യേകത എന്താണ്, ഈ രണ്ട് സീക്വൻസും ഡസ് നോട്ട് അണ്ടർഗോ ട്രാൻസ്ലേഷൻ. അതായത് സ്റ്റാർട്ടിങ്ങില് ലീഡർ സീക്വൻസ് കഴിഞ്ഞിട്ട് അറ്റ് ദി മോമെന്റ് എന്ത് തുടങ്ങും, ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങും. ആൻഡ് ബാക്കിയുള്ള എൻഡില് നമ്മുടെ ഫസ്റ്റില് ലീഡർ സീക്വൻസും ട്രെയിലർ സീക്വൻസും ഏത് പ്രോസസ് അണ്ടർഗോ ചെയ്യില്ല, ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യില്ല. പക്ഷെ ട്രാൻസ്ക്രിപ്ഷൻ അണ്ടർഗോ ചെയ്യോ, ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, പക്ഷെ ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യില്ല. അപ്പോ അതിന് നമ്മൾ എന്ത് വിളിച്ചു, UTR. UTR എന്ന് വെച്ചാൽ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. അപ്പൊ എന്ത് മനസ്സിലായി, ഒരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് തന്നു, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന രണ്ട് എൻഡിലും അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ഉണ്ട്, അല്ല ഒരു സൈഡിലേ ഉള്ളൂ രണ്ട് സൈഡിലേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്ത് പറയും, സ്റ്റാർട്ടിങ്ങിലും എൻഡിലും നമ്മുടെ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ അല്ലെങ്കിൽ UTR പ്രസന്റ് ആണ്. ഇനി RNAയുടെ ടൈപ്സ്. RNAയുടെ ടൈപ്സ് എത്രയുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ജീനോമിക് RNA, രണ്ടാമത്തത് നോൺ ജീനോമിക് RNA. ജീനോമിക് RNA എന്ന് വെച്ചാൽ എന്താ, ദോസ് RNA which become the final ജനറ്റിക് കോഡിന്റെ അല്ലെങ്കിൽ ജീനോമിന്റെ, ഒരു ഓർഗനിസത്തിന് ജനറ്റിക് കോഡിന്റെ അല്ലെങ്കിൽ ജീനോമിന്റെ പാർട്ടാവുന്ന RNA നമ്മൾ എന്ത് വിളിച്ചു, അതായത് ആ ഓർഗൻസിൽ ജീനോം ഏതായിരിക്കും, RNA ആയിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ ജീനോമിക് RNA എന്ന് വിളിച്ചു. They act as genetic material. ഓർഗനിസത്തിൽ ഈ ഓർഗനിസത്തില് ജനറ്റിക് മെറ്റീരിയൽ ഏതന്നെ ആയിരിക്കും, RNA ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ടൊബാക്കോ മൊസൈക് വൈറസ് TMV, അതിന്റെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. HIV, RSV, ഫ്ലൂ വൈറസസ്, UB, ബാക്ടീരിയോഫേജ്. ഈ അഞ്ചെണ്ണം പഠിച്ചു വെക്കാം. ആൻഡ് ഇതിൽ ഏതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, TMVന്റെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA കൂടിയാണ്. ഇനി നോൺ ജീനോമിക് RNA, ഇതിപ്പോ എന്തിനാ പറയുന്നത്, ഇത് എന്തിനാ പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിലിരിക്കുന്നത് RNA ആണ്. നമുക്കറിയില്ല ഇതിന് എത്ര ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ കയ്യിലുള്ളത് ഏതാണെന്നും നമുക്കറിയില്ല. ഇനി ഇത് മനസ്സിലാക്കാനാണ് RNAക്ക് എത്ര ടൈപ്സ് ഉണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതിലാദ്യം ജീനോമിക് പഠിച്ചു. ഇനി നോൺ ജീനോമിക്കില് 3 ടൈപ്പ്. എന്തൊക്കെ, ഒന്ന് mRNA, രണ്ടാമത്തെ rRNA, മൂന്നാമത്തെ tRNA. ഇപ്പൊ നിങ്ങൾ ചോദിക്കും നമുക്കപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഫൈനലി കിട്ടിയത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും, ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് കിട്ടുന്ന എന്തിനാ, നമുക്ക് ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യാം. അങ്ങനെ ട്രാൻസ്ലേറ്റബിൾ ആയ ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യാനായിട്ട് നമുക്ക് ഏത് RNAക്കേ പറ്റുള്ളൂ, mRNAക്കേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് mRNA. ഫൈനൽ ട്രാൻസ്ക്രിപ്ഷന്റെ പ്രോഡക്റ്റ് എന്നാണ് mRNA which undergoes further translation. 3 RNA ഉണ്ട്. ഇനി നമ്മൾ അതിന്റെ ഡിഫറൻസ് പഠിക്കും. എന്തൊക്കെയാണ്, mRNA, rRNA, mRNA ആൻഡ് tRNA ഡിഫറൻസസ്. ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് RNA ഏതാണ്, അല്ലെങ്കിൽ ഡാഷ് സ്മോളസ്റ്റ് RNA എന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നാൽ അത് ശരിയാണെന്ന് എങ്ങനെ മനസ്സിലാവും, tRNA ആണ് സ്മോളസ്റ്റ്. rRNA എങ്ങനെയാ, സ്മോൾ തന്നെയാണ് പക്ഷെ ഏറ്റവും സ്മോൾ അല്ല, സ്മോളർ. ആൻഡ് ലാർജസ്റ്റ് ആണ് നമ്മുടെ ഇപ്പൊ ഉണ്ടായി വന്ന mRNA. ആൻഡ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ എത്ര എമൗണ്ടിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കാണുക, mRNA ഓൾമോസ്റ്റ് 5% മാത്രമേ ഉള്ളൂ. ലാർജസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറവും കൂടിയാണ് mRNA. ഇത് എത്ര, tRNA 15%, ഏറ്റവും കൂടുതൽ 80% നമുക്ക് കാണുന്നത് rRNA. ഇനി സ്റ്റെബിലിറ്റിന്റെ ടേംസിൽ ചോദിക്കുകയാണെങ്കിൽ ഇതിലെ
ഏറ്റവും സ്റ്റേബിൾ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പറയും? മോസ്റ്റ് സ്റ്റേബിൾ RRNA. ബാക്കി mRNA എങ്ങനെയാ? mRNAക്ക് ആക്ച്വലി അതിന് അപ്പൊ തന്നെ ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യേണ്ടതുകൊണ്ട് ഷോർട്ടസ്റ്റ് ലൈഫ് സ്പാൻ. ആൻഡ് tRNA എങ്ങനെയാ? ഉള്ള സാധനം സ്റ്റേബിൾ ആണ്, പക്ഷെ മോസ്റ്റ് സ്റ്റേബിൾ അല്ല. ഇനി ഇവരുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? RRNA എങ്ങനെയാ? ആക്ച്വലി കാറ്റലിറ്റിക് ആണ്. അവർക്ക് സ്ട്രക്ചറൽ റോൾ ആണുള്ളത്. സ്ട്രക്ചറൽ റോൾ ആസ് വാട്ട് ആസ് എൻസൈം. അതായത് കാറ്റലിറ്റിക് ഫംഗ്ഷൻ. നമുക്കറിയാം എത്രയോ എൻസൈംസ് ഉണ്ട്, അത്രയും മില്യൺസ് ഓഫ് എൻസൈംസിന് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ എന്തുതന്നെയായിരിക്കണം? ഇതന്നെയായിരിക്കണം ഏറ്റവും കൂടുതൽ. അങ്ങനെ കോറിലേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് 80% അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ മോസ്റ്റ് വൈഡ്ലി അബണ്ടന്റ് ഏതാന്ന് വെച്ചാൽ RRNA എന്ന് പറയാം. ഇനി പെപ്റ്റൈഡ് ബോണ്ടിനും കൂടി ഇതിന്റെ ഫംഗ്ഷൻ ഉണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാനും കൂടി എന്ത് RRNAക്ക് പറ്റും. ഇനി mRNAയുടെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ടെംപ്ലേറ്റ് RNA. ടെംപ്ലേറ്റ് RNA എന്ന് വെച്ചാൽ നമ്മുടെ RNA വിച്ച് കൺവേർട്സ് ഫർദർ ഇൻ ടു പ്രോട്ടീൻസ്, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റുന്ന RNA. അതുകൊണ്ടായിരുന്നു നമ്മുടെ ടെംപ്ലേറ്റ് RNA എന്ന് വിളിച്ചു. ഇതെങ്ങനെയാ? tRNAയുടെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ ട്രാൻസ്ലേഷന് പഠിക്കും. tRNA ആക്ച്വലി ഒരു അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ mRNA ഇങ്ങനെ വന്ന് നിൽക്കാണ് ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യാൻ വേണ്ടി. അപ്പൊ mRNAയിൽ പല പല സീക്വൻസും ഉണ്ടാവും. UAA ഇങ്ങനെ കുറെ സീക്വൻസ് ഉണ്ട്. അപ്പൊ സീക്വൻസിൽ ഇവർക്ക് എന്ത് മനസ്സിലാക്കണം? സീക്വൻസിൽ ഇവിടെ നമ്മുടെ tRNA വന്ന് ഇവിടെ ഇരിക്കും. എന്നിട്ട് tRNA നോക്കുമ്പോൾ ഇവിടെ AUC കണ്ടു. അപ്പൊ നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കണം. പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ AUCക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള എന്ത് ആന്റി കോഡോൺ എടുത്തോണ്ട് വരണം. അത് ട്രാൻസ്ലേഷൻ കൂടുതൽ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കുക, AUC കാണുമ്പോൾ AUCക്ക് കോംപ്ലിമെന്റ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ എടുത്തുകൊണ്ട് വരണം. അതായത് നമ്മുടെ ആന്റി കോഡോൺസ് കുറെ ഉണ്ട്. അപ്പോ ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സാധനത്തിന് തന്നെ എടുത്തുകൊണ്ട് വന്ന്, അതായത് tRNAയുടെ ഒരറ്റത്ത് കോഡോണും മറ്റൊരറ്റത്ത് എന്തുണ്ട്? അമിനോ ആസിഡും ഉണ്ടാവും. ആൻഡ് നമ്മുടെ ഒരു സൈറ്റിൽ നിന്ന് കോഡോണിനെ ഐഡന്റിഫൈ ചെയ്യും. അതായത് ഇതിനെ ഐഡന്റിഫൈ ചെയ്ത് ഇതിന് വേണ്ട ആന്റി കോഡോൺ എടുത്തുകൊണ്ട് വരും. ആൻഡ് അതിന് വേണ്ട അമിനോ ആസിഡും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? tRNAക്ക് ഉണ്ട്. ഇനി അപ്പോ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? They pick amino acid and take it to the site of protein synthesis. പ്രോട്ടീൻ സിന്തസിന്റെ സൈറ്റിലേക്ക് എടുത്തുകൊണ്ട്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? ഉണ്ടായി വന്ന RNAക്ക് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? ജീനോമിക്, നോൺ ജീനോമിക്. ഇതിൽ നോൺ ജീനോമിക്കിലെ ഡിഫറൻസസ് ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ പ്രോകെരിയോട്ടിക് സെല്ലോട്ട്. നമ്മൾ ഇനിയുള്ള പ്രോസസ്സസ് പ്രോകെരിയോട്ടിക് സെല്ലോട്ട് തുടങ്ങാൻ പോവാണ്. പ്രോകെരിയോട്ടിക് സെല്ല് നോക്കുകയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് എക്സ്ക്ലൂസീവ്ലി പ്രോകെരിയോട്ടിക് സെൽസിന് മാത്രമുള്ളതാണ്. പ്രോകെരിയോട്ടിക് സെൽസിന്റെ RNA പോളിമറേസ് എൻസൈം പഠിച്ചപ്പോ സയന്റിസ്റ്റ് കണ്ടു അതില് 6 പോളിപെപ്റ്റൈഡ്സ് ഉണ്ട്. എന്തൊക്കെ? ആ സ്ട്രക്ചർ എടുത്ത് നോക്കിയപ്പോ എങ്ങനെ കണ്ടു? നടുക്ക് ഒരു ഒമേഗ, മേലെ ഒരു ആൽഫ, താഴെ ഒരു ആൽഫ, ഒരു ബീറ്റ ഡാഷ്, സൈഡിൽ എന്ത്? ഒരു ബീറ്റ, ആൻഡ് ഫൈനലി ഒരാളും കൂടി ഉണ്ട് ഇവിടെ, ഒരു ഇതെന്താ? സിഗ്മ. ഇത്രയും ഫാക്ടേഴ്സ് ഉള്ള ഇതിപ്പോ എത്രയായി? 1 1 2 3 4 5 6 പോളിപെപ്റ്റൈഡ്സ് കണ്ടു. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഹോളോ എൻസൈം. ഹോളോ എൻസൈം എന്ന് വിളിച്ചു. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രോകെരിയോട്ടിക് സെല്ലിന്റെ RNA പോളിമറൈസിൽ എത്ര ഹൗ മെനി പോളിപെപ്റ്റൈഡ് ടൈപ്സ് ഉണ്ടെന്ന് ചോദിച്ചാല്, പോളിപെപ്റ്റൈഡ് ടൈപ്സ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇതിൽ എത്ര ടൈപ്സ് ഉണ്ട്? 2 ആൽഫ. അപ്പൊ അത് ഒരു ടൈപ്പായി. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ 2 ആൽഫയാണ് സെയിം. അതുകൊണ്ട് ഒരു ടൈപ്പിന് കൺസിഡർ ചെയ്തുകൊണ്ട് ആ നമ്പർ എന്ത് കിട്ടി? 5 കിട്ടി. ഇനി ഇതേ ക്വസ്റ്റ്യൻ പോളിപെപ്റ്റൈഡ് നമ്പർ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? ആ ആൽഫനെ വേറെ വേറെ കാൽക്കുലേറ്റ് ചെയ്ത് 6 എന്ന് പറയണം. അപ്പൊ ഇത്രയും കിട്ടി. ഇതെന്തേ ആയിട്ടുള്ളൂ? ഹോളോ എൻസൈമേ ആയിട്ടുള്ളൂ. ഇനി നമ്മുടെ മെയിൻ പ്രോസസ് അണ്ടർഗോ ചെയ്യുന്നത് ഏത് എൻസൈമാണ്? കോർ എൻസൈം ആണ്. ഈ കോർ എൻസൈമും ഹോളോ എൻസൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമുക്കറിയാം
ഈ സിഗ്മ എന്താണ്, ഒരു ഐ പോലെ ആക്ട് ചെയ്യും. അതായത് ഒരു ഐ പോലെ ആക്ട് ചെയ്യും. അതായത് പ്രൊമോട്ടർ റീജിയൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ സിഗ്മേനെ ഹോളോ എൻസൈമിനെ കളയും. ആ സിഗ്മേനെ കളഞ്ഞ് ബാക്കിയുള്ള ഏതൊക്കെ ഒമേഗ, ഇപ്പുറത്ത് ബീറ്റ ഡാഷ്, മേലൊരു ആൽഫ, താഴൊരു ആൽഫ, ഇപ്പുറത്തൊരു ബീറ്റ, സിഗ്മ ഇല്ലാത്ത ബാക്കി എൻസൈംസിന് നമ്മൾ എന്ത് വിളിച്ചു? കോർ എൻസൈം എന്ന് വിളിച്ചു. ഇനി നമ്മൾ എന്ത് കണ്ടു? RNA പോളിമറേസ് ഏതില്? പ്രോകറിയോട്ടിക് സെല്ലില്. ഇനി നമ്മള് യൂകറിയോട്ടിക് സെല്ലില് RNA പോളിമറേസ് എടുത്ത് നോക്കിയപ്പോ നമ്മൾ എഗെയിൻ ടൈപ്സ് കണ്ടു. എത്ര ടൈപ്സ്? 3 ടൈപ്സ്. RNA പോൾ 1, RNA polymerase 2, RNA polymerase 3. 3 കണ്ടു. ഇനി ഈ ഓരോ RNA പോളിമറേസും ഏതൊക്കെയിലാണ് വർക്ക് ചെയ്യുന്നത്? ഏതിലാണ്? RNA polymerase 1 rRNA 5.8 SR RNA, 18 SR RNA, 28 SR RNA. ഇനി RNA polymerase 2ന്റെ ഫംഗ്ഷൻ എന്താണ്? അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് HNRNA. അതായത് HNRNA എന്ന് വെച്ചാൽ ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA. ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA എന്ന് വെച്ചാൽ നമ്മുടെ DNA RNA ഉണ്ടാകുമ്പോൾ ആദ്യം പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആണ് ഉണ്ടാവുന്നത്. ആ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റിനെ നമ്മൾ വിളിച്ച പേരാണ് ഹെറ്ററോജീനസ് ന്യൂക്ലിയർ RNA. കാരണം എന്താ? അതില് കോഡിംഗ് സീക്വൻസും നോൺ കോഡിംഗ് സീക്വൻസും ഉണ്ട്. അതായത് ഇൻട്രോൺസും എക്സോൺസും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഫൈനലി നമുക്ക് mRNA കിട്ടുള്ളൂ. അപ്പൊ mRNAയുടെ പ്രിക്കേഴ്സർ അല്ലെങ്കിൽ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് വിളിക്കുന്നത് ഏതിനെയാണ്? നമ്മുടെ HNRNA. ഈ HNRNA ഉണ്ടാക്കാൻ RNA polymerase 2നെ പറ്റുള്ളൂ. ഇനി RNA polymerase 3 എന്താണ് ഉണ്ടാക്കുന്നത്? tRNA ആൻഡ് നമ്മൾ ഓൾറെഡി SRRNAയിൽ 3 ഇവിടെ എഴുതി. പക്ഷെ അതില് ബാക്കിയുള്ള ഒരു 5 SRRNA ഏതാണ്? നമ്മുടെ RNA polymerase 3 ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഫൈനലി SNRNA. SNRNA വെച്ചാൽ സ്മോൾ ന്യൂക്ലിയർ RNA. SNRNA. അപ്പോ RNA പോളിമറേസിന്റെ ടൈപ്സ് ഇൻ യൂക്കറിയോട്ട് കണ്ടു. ഇനി നമ്മൾ പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ DNA ഹെലിക്സ് വന്നു. DNA ഹെലിക്സ് വന്നു കഴിയുമ്പോൾ നമ്മുടെ DNA ഹെലിക്സ് വന്നു. ഇവിടെ പ്രൊമോട്ടർ ഉണ്ട്, ഇവിടെ ടെർമിനേറ്റർ സീക്വൻസ് ഉണ്ട്. ആൻഡ് ഇത് നടുക്കത്തത് ഇത്രയും സ്ട്രക്ചറൽ ജീൻ. ഈ സ്ട്രക്ചറൽ ജീനിൽ നമ്മുടെ എൻസൈം വന്നിരുന്നു. ഇതാണ് നമ്മുടെ എൻസൈം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എൻസൈം വന്നു. ഇതിൽ സിഗ്മ ഫാക്ടർ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു പ്രൊമോട്ടറെ. ആൻഡ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോട്ടർ ഐഡന്റിഫൈ ചെയ്താൽ നമ്മൾ ഇതിനെ അൺവൈൻഡ് ചെയ്യണം. അതായത് നമ്മുടെ DNA അൺവൈൻഡ് ചെയ്തു, അതായത് ബോണ്ട് ബ്രേക്കേജ് ചെയ്തു. ആൻഡ് ബോണ്ട് ബ്രേക്കേജ് ചെയ്ത് നമ്മൾ എന്ത് തുടങ്ങണം? പുതിയ ബോണ്ട്സ് ഉണ്ടാക്കണം. ആരുണ്ടാക്കാൻ? നമ്മുടെ പുതിയ 5' to 3' ആയിട്ടുള്ള RNA ഉണ്ടാക്കാൻ നമ്മൾ ബോണ്ട്സ് ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമുക്കറിയാം, നമുക്ക് RNA എന്ത് ചെയ്യണം? നമുക്ക് RNA ഈ ഉള്ള DNA ഡിറ്റാച്ച് ചെയ്ത് വരണം. ഇനി ഈ ഡിറ്റാച്ച്മെന്റ്, അതായത് ഈ RNA DNA ഹൈബ്രിഡിനെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ റോ ഫാക്ടർ. റോ ഫാക്ടർ എന്ത് ചെയ്യും? ബ്രേക്സ് RNA DNA ഹൈബ്രിഡ്. അതായത് ഹെലിക്കേസ് ആക്ടിവിറ്റി. ഹെലിക്കേസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? DNA റെപ്ലിക്കേഷൻ സമയത്ത് നമുക്കറിയാം നമ്മുടെ ഹെലിക്സ് ബ്രേക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പിടിക്കാൻ ഹെൽപ്പ് ചെയ്ത എൻസൈമാണ് ഹെലിക്കേസ്. അപ്പൊ റോ ഫാക്ടർ ആണ് ഇവിടെ ആ ജോലി ചെയ്യുന്നത്. റോ ഫാക്ടർ ജോലി ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഇത് എന്താവും? ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് കിട്ടും. ഡിറ്റാച്ച്ഡ് ആവും ഏത്? നമ്മുടെ ഉണ്ടായിരുന്ന RNA. ഇനി നമുക്കറിയാം ഇതാണ് ഇവിടെ കാണുന്നത്. എന്ത്? സിഗ്മ ഫാക്ടർ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ വരെ വേണ്ടു. ഇനി ഇനീസിയേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എൻസൈമില് സിഗ്മ പോവാണ്. അതായത് സിഗ്മ പോവാന്ന് വെച്ചാൽ അതിന്റെ പണി കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ കോർ എൻസൈം മാത്രമേ ഏത് ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ? ബാക്കിയുള്ള ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ. ആൻഡ് ഈ കോർ എൻസൈം ചെയ്ത് നമ്മുടെ RNA സിന്തസൈസ് ചെയ്തുകൊണ്ട് വരികയാണ്. RNA ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് ഇവിടെ ഡിറ്റാച്ച്മെന്റ് നടന്നിട്ടില്ല. ഇവിടെ റോ ഫാക്ടർ വന്നപ്പോഴാണ്
ഏത് രണ്ടും നടന്നത്? ഫസ്റ്റ് ടെർമിനേഷൻ നടന്നു ആൻഡ് ഫൈനലി ഡിറ്റാച്ച്മെന്റ് നടന്നു. അപ്പോ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയയിൽ നോക്കുമ്പോൾ ഏതൊക്കെയാണ്? നമുക്കറിയാം ഈ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാക്ടീരിയന്റെ കേസസിലാണ്. ഇനി ഇനീഷ്യേഷൻ കണ്ടു, എലോങ്ങേഷൻ കണ്ടു ആൻഡ് ഫൈനലി ടെർമിനേഷൻ കണ്ടു. ഇത്രയും ബാക്ടീരിയയിൽ കഴിഞ്ഞു. ഇനി ഇതേ സാധനം പ്രോസസ്സ് നമ്മുടെ യൂക്കറിയോട്സിനെ നോക്കുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതെങ്ങനെയാണ് അതിന്റെ പ്രോസസ് നടക്കുന്നത്? ആദ്യം യൂക്കറിയോട്സിലെ ട്രാൻസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് നമുക്കറിയാം ഇത്രയും കോംപ്ലക്സ് ആവാൻ കാരണം എന്താ? 3 RNA പോളിമറേസസ് ഓൾറെഡി ഉണ്ട്. അവർക്ക് 3 ടൈപ്പ് ഓഫ് എൻസൈംസ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം തന്നെ mRNA ഉണ്ടായി ഡിറ്റാച്ച്മെന്റ് നടത്തി വരുന്നില്ല. ആദ്യം ഉണ്ടാകുന്നത് ഒരു പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആണ്, വിച്ച് ഇസ് എങ്ങനെ നോൺ ഫങ്ഷണൽ. എന്തുകൊണ്ടാണ് അത് നോൺ ഫങ്ഷണൽ ആവുന്നത്? നമുക്കറിയാം അതിൽ നോൺ കോഡിംഗ് സീക്വൻസ്, അതായത് ഇൻട്രോൺസും ഉണ്ട്. അതായത് അവർക്ക് ഇൻട്രോണും എക്സോൺസും ഉണ്ട്. ഇതില് ഈ ഇൻട്രോൺസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലേ കോഡിംഗ് ആവുന്നുള്ളൂ. അപ്പോ അത് റിമൂവ് ചെയ്യേണ്ട ഒരു പ്രോസസ്സിനെ ഉണ്ട്. ആ റിമൂവിങ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ. ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ അണ്ടർഗോ ചെയ്താലേ ഫൈനലി നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫങ്ഷണൽ ആയിട്ടുള്ള mRNA കിട്ടുള്ളൂ. ഇനി ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എടുത്തു നോക്കിയാല് അതില് 3 സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്പ്ലൈസിങ്. ആദ്യം ടേംസ് പഠിക്കാം, എന്നിട്ട് ടേമിന്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം സ്പ്ലൈസിങ്, പിന്നെ ക്യാപ്പിംഗ്. ക്യാപ്പിങ്ങിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പഠിച്ചെടുക്കുക. എപ്പോഴും അവർ എൻസ് ചോദിക്കും, ഏത് എൻഡിലാണ് ക്യാപ്പിംഗ് നടക്കുക, ഏത് എൻഡിലാണ് ടെയിലിംഗ്. ഇത് 5' എൻഡിലും ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ടെയിലിംഗ് അറ്റ് 3' എൻഡ്. ഇത്രയും ഈ 3 സ്റ്റെപ്പിനെ ഒരുമിച്ച് വിളിക്കുന്നതാണ് നമ്മുടെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ. ഇനി നമുക്കറിയാം പ്രോകറിയോട്സിൽ ആകെ കമ്പാർട്ട്മെന്റലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ഥലത്ത് എല്ലാം നടക്കുള്ളൂ, സൈറ്റോപ്ലാസിൽ. പക്ഷേ യൂകറിയോട്ടിന്റെ സെല്ല് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു ന്യൂക്ലിയസ് ഉണ്ട് നടുക്ക്. ആൻഡ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ഏതിലാണ്? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൽ. പക്ഷേ ഇവിടുന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് DNA RNA ഉണ്ടാക്കി. ഈ RNA ന്യൂക്ലിയസിന് പറഞ്ഞു വിടും. എങ്ങോട്ടേക്ക്? സൈറ്റോപ്ലാസത്തിലേക്ക് RNA പറഞ്ഞു വിടും. ആൻഡ് ഈ RNA സൈറ്റോപ്ലാസത്തിലേക്ക് ഇനി പറഞ്ഞു വിടുന്നത് എന്തിനാ? കാരണം ട്രാൻസ്ലേഷൻ നടത്തേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളത് എവിടെയുള്ളൂ? സൈറ്റോപ്ലാസത്തിലേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം ന്യൂക്ലിയസ് ഒരു സേഫ് എൻവയൺമെന്റ് ആയിരുന്നു. അതായത് നല്ല ഹോംലി ആയിരുന്നു. അതായത് ഉണ്ടായി വന്ന സ്ഥലം തന്നെയാണ്. ജനറ്റിക് മെറ്റീരിയൽ സേഫ് ആണ് അവിടെ. പക്ഷെ ഈ RNA പുറത്തേക്ക് വിടുമ്പോൾ, അതായത് സൈറ്റോപ്ലാസ്റ്റിലേക്ക് വിടുമ്പോൾ നമുക്കറിയാം സൈറ്റോപ്ലാസ്റ്റിൽ വേരിയസ് എൻസൈംസും ബാക്കിയുള്ള ലൈസോസോംസും ഒക്കെ ഉണ്ട്. അവിടെ ന്യൂക്ലിയസസും ഉണ്ട്. ഈ ന്യൂക്ലിയസസ് എന്ത് ചെയ്യും? നമ്മുടെ RNA അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് RNA മുറിച്ച് പീസാക്കി ഇല്ലാണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്, അതായത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ക്യാപ്പിങ്ങും ടെയിലിങ്ങും ഒക്കെ നടത്തി നമ്മൾ എന്താക്കും? ഇതിനെ ആക്ച്വലി ന്യൂക്ലിയസിനെ അൺഐഡന്റിഫയബിൾ അല്ലെങ്കിൽ അൺഡിസ്ട്രോയബിൾ ആയിട്ടുള്ള രീതിയിലാക്കും. എന്നാലേ എന്താവുള്ളൂ? നമ്മുടെ RNAക്ക് ഫൈനലി ട്രാൻസ്ലേഷൻ സേഫ് ആയിട്ട് അണ്ടർഗോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവരെ തിരിച്ചറിയാത്ത രീതിയിൽ, ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ അവരെ തിരിച്ചറിയാത്ത രീതിയിൽ ക്യാപ്പിങ്ങും ടെയിലിങ്ങും ഒക്കെ നടത്തി അവരുടെ ഇൻട്രോൺസും റിമൂവ് ചെയ്ത് ഇനി ജസ്റ്റ് സൈറ്റോപ്ലാസ്റ്റിൽ സേഫ് ആയിട്ട് എത്താൻ ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യുക. ഇത്രയും കാര്യത്തിന് വേണ്ടി നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ നടക്കും. ആൻഡ് ഈ സാധനം എന്തുകൊണ്ടാണ് പ്രോകറിയോട്ടിൽ ഇല്ലാത്തത്? കാരണം അവർക്ക് കമ്പാർട്ട്മെന്റലൈസേഷൻ ഇല്ല. അപ്പൊ ന്യൂക്ലിയസ് സേഫ് ആയിരുന്നു, പിന്നെ അത് സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോകണം, അങ്ങനത്തെ ഒരു ആവശ്യം അവിടെ ഇല്ല. ഇനി ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ്? ക്യാപ്പിംഗ് ഏത് എൻഡിലാണ്? 5' എൻഡില്. ഈ ക്യാപ്പ് നമുക്കറിയാം, ക്യാപ്പിംഗ് ചെയ്യണമെങ്കിൽ, അതായത് mRNAക്ക് ഒരു ക്യാപ്പ് കൊടുക്കണമെങ്കിൽ ക്യാപ്പ് ഒരു സാധനം വേണമല്ലോ ഈ ക്യാപ്പ് ആയിട്ട് വെച്ചു കൊടുക്കാൻ. അതെന്താണ്? 7-methyl guanosine triphosphate. ആ ടേം ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ടും മിക്സ് ആയ അവസാനം ക്യാപ്പിംഗ് അറ്റ് ദി
7 എൻഡ് എന്നൊന്നും പറഞ്ഞേക്കരുത്. ക്യാപ്പിംഗ് എപ്പോഴും ഇതിലാണ് 5 എൻഡിലാണ്. ആൻഡ് ക്യാപ്പിന്റെ പേരാണ് 7-methyl guanosine triphosphate, 7-MgPPP. ഇനി നമ്മുടെ ഇതാണ് നമ്മുടെ mRNA 5-3. ഇനി ഇവിടുത്തെ 5 എൻഡില് ഏത് എൻഡിലാണ് വെക്കേണ്ടത്? ക്യാപ്പിംഗ് 5 എൻഡില്. 5 എൻഡില് നമ്മൾ എന്ത്, ഈ 5 എൻഡ് നമ്മൾ എന്ത് വെച്ചു? GPPP വെച്ചു. ഇനി നിങ്ങളോട് ചോദിക്കാണ്, ഇതിലെ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ക്യാപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ സബ്സ്ട്രേറ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയണം GTP. ആൻഡ് എൻസൈം, ഇത് എൻസൈം ആണ്. എൻസൈം ഏതാന്ന് വെച്ചാൽ നിങ്ങൾ പറയണം guanine transferase and methyl transferase. ഈ രണ്ട് എൻസൈമിന്റെ ഹെൽപ്പോടെ സബ്സ്ട്രേറ്റ് GTPയുടെ ഹെൽപ്പോടെ നമ്മൾ ക്യാപ്പിംഗ് ചെയ്തു. ഇനി ക്യാപ്പിംഗിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? പ്രൊട്ടക്ഷൻ ഫ്രം ന്യൂക്ലിയസസ്. അതായത് നമ്മൾ സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എനിമീസ് ഒക്കെ ഉണ്ട്, അവിടെ ന്യൂക്ലിയസസ് വന്ന് ഇല്ലാണ്ടാക്കും ഏതിന്? നമ്മുടെ mRNA. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? ക്യാപ്പിംഗ് എന്ന പ്രോസസ്. പ്രൊട്ടക്ഷൻ മാത്രമല്ല, അറ്റാച്ച്മെന്റ് ഓഫ് റൈബോസോമിനും കൂടി ഹെൽപ്പ് ചെയ്യും. എന്തിനാണ് റൈബോസോമിനോട് അറ്റാച്ച് ചെയ്യുന്നത്? നമുക്കറിയാം, ട്രാൻസ്ലേഷൻ നടക്കാനാണ് നമ്മൾ ഈ ഹോൾ ട്രാവൽ തന്നെ നടത്തുന്നത് ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. അപ്പൊ അതിന്റെ അറ്റാച്ച്മെന്റിനും കൂടി ഈ ക്യാപ്പിംഗ് ഹെൽപ്പ് ചെയ്യും. ഇനി സെക്കൻഡ് പ്രോസസ് എന്തായിരുന്നു നമ്മൾ കണ്ടത്? ടെയിലിംഗ്. ടെയിലിംഗിൽ എന്താണ് കാണുക? ആദ്യം എൻഡ് ഏതാണ്? 3 എൻഡിലാണ് ടെയിലിംഗ് നടക്കുക. ഇനി ടെയിലായിട്ട് ആര് വരും? നമ്മുടെ പോളി എ ടെയിൽ എന്നാണ് അതിനെ വിളിക്കുക. അതിൽ എന്താണുള്ളത്? 200 to 300 അഡിനൈലേറ്റ് റെസിഡ്യൂസ്. ഇത്രയും അഡിനൈലേറ്റ് റെസിഡ്യൂസ് ഉള്ള പോളി എ ടെയിൽ വന്ന് നമ്മുടെ mRNA വർക്കാണെങ്കിൽ 5 3 ഇതിൽ ഏത് എൻഡിലാണ് ടെയിലിംഗ്? 3 എൻഡിൽ. 3 എൻഡിൽ നമ്മുടെ പോളി എ ടെയിൽ കുറെ വന്ന് അറ്റാച്ച് ചെയ്യും. ആൻഡ് ഇപ്പൊ എന്താ ആക്ച്വലി നടക്കുന്നത്? നമ്മുടെ ഓൾറെഡി ഒരു mRNA ഉണ്ടായിരുന്നു, അതിൽ പോളി എ ടെയിലും കൂടെ വന്നതുകൊണ്ട് ആക്ച്വലി ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ആക്ച്വലി RNA സിന്തസിസ് ആണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഉണ്ടായ RNA എലോങ്ങേറ്റ് ആയി. പക്ഷെ നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ RNA സിന്തസിസ് നമുക്ക് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് DNA എന്തായാലും വേണം. പക്ഷെ ഇവിടെ DNA നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് RNA സിന്തസിസ് എന്ന് വിളിച്ചു. ആൻഡ് അഗൈൻ ഇതിന്റെ നമ്മളോട് എന്ത് ചോദിക്കും? സബ്സ്ട്രേറ്റ് ചോദിക്കും. ടെയിലിംഗ് അറ്റ് 3 എൻഡിലെ സബ്സ്ട്രേറ്റ് ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറയും? ATP. പക്ഷെ ക്യാപ്പിംഗിലെ സബ്സ്ട്രേറ്റ് ആരായിരുന്നു? GTP ആയിരുന്നു. ആൻഡ് എൻസൈം അഡിനൈലേറ്റ് പോളി ന്യൂക്ലിയസ്. ഇനി ഈ എൻസൈം എന്തിനാണ് കാറ്റലൈസ് ചെയ്തത്? ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് ആയ ഒരു RNA സിന്തസിസിന് കാറ്റലൈസ് ചെയ്തത് കൊണ്ട് നമ്മൾ ഇതിനെ ഒരു പേരും കൂടി വിളിക്കും. എന്ത്? DNA ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് DNA ഇല്ലാണ്ട് നടത്തിയ RNA സിന്തസിസ് ആയതുകൊണ്ട് DNA ഇൻഡിപെൻഡന്റ് RNA പോളിമറേസും കൂടി ഇതിനെ നമ്മൾ വിളിച്ചു. ഇനി കിട്ടായി വന്ന സാധനം ഇതാണ്. ഫൈനലി ക്യാപ്പിംഗും ടെയിലിംഗും നടന്ന് ഫൈനലി നമുക്ക് എന്ത് കിട്ടി? mRNA ഫൈനലി കിട്ടി. ഇനി ഒരു പ്രോസസ് കൂടി അണ്ടർഗോ ചെയ്യണം, സ്പ്ലൈസിങ്. സ്പ്ലൈസിങ് എന്താ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്പ്ലൈസിങ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടായി വന്ന mRNA-യിൽ ഇൻട്രോൺസും ഉണ്ട്, എക്സോൺസും ഉണ്ട്. ഇനി നമുക്കറിയാം കോഡിങ് അണ്ടർഗോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കോഡിങ് നടക്കണമെങ്കിൽ, അതായത് പ്രോട്ടീൻസ് ഉണ്ടാക്കണമെങ്കിൽ, ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യണമെങ്കിൽ കോഡിങ് റീജിയൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ HNRNA-യിൽ എന്തൊക്കെ ഉണ്ട്? 5 to 3 ആയിട്ടുള്ള mRNA-യിൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഇൻട്രോൺസും ഉണ്ട്, എക്സോൺസും ഉണ്ട്. ഇതില് ഇത്രയും ഭാഗത്ത് ഈ ഓറഞ്ച് ഉള്ള സ്ഥലത്ത് ഇൻട്രോൺസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്താൽ ഈ ഇൻട്രോൺസ് ഉള്ള സ്ഥലത്ത് മാത്രം ലൂപ്പ് ഫോർമേഷൻ നടക്കും. ഇങ്ങനെ ലൂപ്പ് ഫോർമേഷൻ നടക്കും. ആൻഡ് കോഡിംഗ് ആയിട്ടുള്ള ബാക്കി എക്സോൺസ് അതേപോലെ നോർമലി മെയിൻറ്റെയിൻഡ് ആവും. ആൻഡ് ഈ ലൂപ്സ് ഫൈനലി എന്ത് ചെയ്യും? ഈ 5 എൻഡിൽ എന്തും കൂടി ഉണ്ട്. ഇപ്പൊ 7-methyl guanosine triphosphate ഉണ്ട്. ആൻഡ് 3 എൻഡിൽ പോളി എ ടെയിലും കൂടി ഉണ്ട്. ലൂപ്പ് ഫോർമേഷൻ
കണ്ടു. ലൂപ്പ്, അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ലാരിയറ്റ് ഫോർമേഷൻ. ലാരിയറ്റ് ഫോർമേഷൻ. ആൻഡ് ഫൈനലി എന്താവും? ഈ ലൂപ്സ് എക്സൈസ്ഡ് ആയി പോകും. അതായത് എക്സിഷൻ നടന്ന് മുറിച്ചു മാറ്റപ്പെടും. ആൻഡ് ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? സ്പ്ലൈസിങ്. സ്പ്ലൈസിങ് എന്ന് വിളിച്ചു. ഇനി ഇത് നടത്തുന്നത് ആരാണ്? ഡൺ ബൈ സ്പ്ലൈസിയോസോം. ഡൺ ബൈ സ്പ്ലൈസിയോസോം കോംപ്ലെക്സ്. ഈ സ്പ്ലൈസിയോസോം കോംപ്ലെക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? സ്പ്ലൈസിങ് നടത്തേണ്ട സ്പ്ലൈസിയോസോം കോംപ്ലെക്സിൽ സ്മോൾ ന്യൂക്ലിയർ RNAയും ആൻഡ് കുറച്ച് പ്രോട്ടീൻസും ഉണ്ട്. അതുകൊണ്ട് കമ്പൈൻഡ് ആയി അതിനെ നമ്മൾ എന്ത് വിളിച്ചു? കമ്പൈൻഡ് ആയി നമ്മൾ വിളിച്ചു SNRNP. അതായത് സ്മോൾ ന്യൂക്ലിയർ റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ. ഇതിന്റെ ഒക്കെ ഒരു കോംപ്ലക്സ് ആയിട്ട് നമ്മൾ അതിന് സ്പ്ലൈസിയോസോം കോംപ്ലക്സ് കൺസിഡർ ചെയ്തു. ആൻഡ് നമുക്കറിയാം ഇവിടുന്ന് നടുക്കുള്ള ഇൻട്രോൺസ് ലൂപ്പായിട്ട് ഇങ്ങനെ എക്സൈസ് ചെയ്ത് പോയി. അപ്പൊ എന്താവും? ഈ സ്ഥലത്ത് എന്താ വന്നു? ഗ്യാപ്സ് വന്നു. ഈ ഗ്യാപ്സ് ഫൈനലി ആരാണ് ഫില്ല് ചെയ്യുന്നത്? ഗ്യാപ്സ് ഫിൽഡ് ബൈ RNA ലൈഗേസ്. അങ്ങനെ ഫൈനലി നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ക്രിപ്ഷൻ നടത്തി. അതായത് DNA RNA ഉണ്ടാക്കി ആൻഡ് അതിനെ ഫുള്ളി പ്രൊട്ടക്ട് ചെയ്തു. ഫുള്ളി നമ്മൾ കേപ്പബിൾ ആക്കി. എന്തിന്? ക്യാപ്പിങ്ങും ടെയിലിങ്ങും ഒക്കെ നടന്ന് ഇനി സൈറ്റോപ്ലാസ്റ്റിൽ ഈസിലി പോയി എന്ത് ചെയ്യാം? ട്രാൻസ്ലേഷൻ നടത്താം. പക്ഷെ ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഏതിലും? നമുക്കറിയാം ഇൻട്രോൺസ് ഉള്ളതുകൊണ്ടാണ് സ്പ്ലൈസിങ് നടക്കുന്നത്. പക്ഷെ യൂക്കറിയോട്ട് എക്സെപ്ഷൻ എഴുതട്ടെ. എക്സെപ്ഷൻ എന്താണ്? യൂക്കറിയോട്ടില് ഒരു ഹിസ്റ്റോൺ ജീൻ ഉണ്ട്. ആ ഹിസ്റ്റോൺ ജീന് എന്തുണ്ടാവുന്നില്ല? നോ ഇൻട്രോൺസ്. ഇൻട്രോൺസ് ഇല്ലെങ്കിൽ സ്പ്ലൈസിങ്ങിന്റെ ആവശ്യമില്ല. ആൻഡ് നമുക്കറിയാം പ്രോകറിയോട്സിൽ ആക്ച്വലി ഇങ്ങനെ ഇൻട്രോൺ എക്സോൺ വേർതിരിവൊന്നുമില്ല. ഡയറക്ട്ലി ഇൻട്രോൺസ് ഇല്ലാത്ത എക്സോൺസ് മാത്രമുള്ള കോഡിംഗ് ആയിട്ടുള്ള mRNA ആണ് ഉണ്ടാകുന്നത്. പക്ഷെ പ്രോകറിയോട്ടായ ആർക്കി ബാക്ടീരിയ അത് അടുത്ത എക്സെപ്ഷൻ. അവർക്ക് എന്തുണ്ട്? അവർക്ക് ഇൻട്രോൺസ് പ്രസന്റ്. അതായത് പൊതുവെ പ്രോകറിയോട്സിൽ ഇൻട്രോൺസ് ഇല്ല, പക്ഷെ ഇതിനുണ്ട്. ആൻഡ് പൊതുവെ യൂക്കറിയോട്സിൽ ഇൻട്രോൺസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഹിസ്റ്റോൺ ജീനിൽ അതില്ല. അപ്പൊ ആ എക്സെപ്ഷനും കൂടി നോട്ട് ചെയ്യുക. എങ്ങാനും MCQല് ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്ത് പഠിച്ചു? ക്യാപ്പിംഗ്. അതായത് 5' എൻഡില് ക്യാപ്പിംഗ് 7-methyl guanosine ട്രൈഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തു. ആൻഡ് ഇറങ്ങി വരുമ്പോ തന്നെ 3' എൻഡിൽ എന്ത്? പോളി അഡിനൈലേറ്റ് ടെയിൽസ് വന്ന് പോളി അഡിനൈലേഷൻ നടത്തി. ആൻഡ് ഫൈനലി ഇത് ലൂപ്പ് ഫോർമേഷൻ നടത്തി. നമ്മുടെ ഇൻട്രോൺസ് റിമൂവ് ആയി. ഫൈനലി എന്തേ ഉള്ളൂ? ഇതിൽ എക്സോൺസ് മാത്രമേ ഉള്ളൂ. ലൂപ്പ് ഫോർമേഷൻ അല്ലെങ്കിൽ ഏത്? ലാരിയറ്റ് ഫോർമേഷൻ വഴിയാണ് ഈ ഇൻട്രോൺസ് റിമൂവൽ നടന്നത്. അപ്പൊ നമ്മൾ ആ 3 പ്രോസസ്സും കണ്ടു. അതിനെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. യൂക്കറിയോട്സിൽ 3, ഇൻ യൂക്കറിയോട്സ് അഡീഷണൽ 2 കോംപ്ലക്സിറ്റി ഉണ്ട്. അതിൽ എന്താണ്? 3 RNA പോളിമറേസസ് ഉണ്ട്. ആൻഡ് ഈ 3 ഡിഫറെന്റ് സാധനങ്ങളാണ്. അതൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് കോംപ്ലക്സിറ്റി എന്താണ്? അവരൊരു പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കോംപ്ലക്സിറ്റി നമ്മൾ ഇവിടെ കണ്ടു. ഇത് യൂക്കറിയോട്സിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്നാമത് ഇൻട്രോൺസ് ഉള്ളതുകൊണ്ട് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റിന് പിന്നെയും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ നടത്തണം. ആൻഡ് 3 RNA പോളിമറേസസ് ഉണ്ട്. പക്ഷെ ഈ പ്രോസസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോ നമുക്ക് എന്ത് കിട്ടിയെങ്കിൽ നമുക്ക് ജസ്റ്റ് ട്രാൻസ്ലേഷൻ നടത്തിയാൽ മതി. ട്രാൻസ്ലേഷൻ നടത്തുന്നതിന് മുമ്പ് നമുക്കൊരു ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ ഏറ്റവും ഫസ്റ്റ് പോകുമ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കും? നമ്മൾ ആദ്യം പഠിക്കും നമ്മുടെ ബേസിക് ലാംഗ്വേജ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മീഡിയം സ്കൂളാണോ ആ മീഡിയം സ്കൂളിൽ അതിന്റെ മീഡിയം ലാംഗ്വേജിന്റെ മീഡിയം പഠിപ്പിക്കും. ആ മീഡിയത്തിന് ഫസ്റ്റ് എന്തൊക്കെ വേണം? നമുക്ക് ആദ്യം ആൽഫബറ്റ്സ് പഠിക്കണം. അതായത് നിങ്ങൾ പഠിപ്പിക്കും ABCD, അങ്ങനെ ആൽഫബറ്റ്സ് ഫുൾ 26 ലെറ്റേഴ്സും പഠിപ്പിക്കും. അതായത് ലെറ്റേഴ്സ് ആദ്യം പഠിപ്പിക്കും. ആൻഡ് ലെറ്റേഴ്സ് പഠിപ്പിച്ചുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് പഠിപ്പിക്കും? നിങ്ങൾ എന്ത്? വേർഡ്സ് പഠിപ്പിക്കും. അതായത് A for ആപ്പിൾ, B for ബോൾ, C for cat, അങ്ങനെ വേർഡ്സ് പഠിപ്പിക്കും. ആൻഡ് ഫൈനലി എന്ത് പഠിപ്പിക്കും? അതിന്റെ മീനിങ്. അതായത് മീനിങ് ഉണ്ടാക്കുന്ന എന്താ? മീനിങ് ഫുൾ
സെന്റൻസസ്, അത് മീനിങ് എപ്പോഴാണ് വേർഡ്സിന് വരുന്നത്, അവർ സെന്റൻസസിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾ ഫൈനലി ഹോൾ ലാംഗ്വേജ് പഠിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നത് ഫ്രം ദ വെരി ബേസിക് ലെസൺസ്. അപ്പോ ജനറ്റിക് കോഡും ആക്ച്വലി എന്ത് തന്നെയാണ്? ഒരു ലാംഗ്വേജ് തന്നെയാണ്. ജനറ്റിക് കോഡും എന്ത് തന്നെയാണ്? ഒരു ലാംഗ്വേജ് തന്നെയാണ്. പക്ഷെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ ലാംഗ്വേജ് അറിയുന്നവർ ആരായിരിക്കണം? ദ പീപ്പിൾ ഹു വിൽ വർക്ക് വിത്ത് DNA അല്ലെങ്കിൽ RNA. അതായത് DNA RNA ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വായിച്ച് മനസ്സിലാക്കണം ഈ DNA RNA ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, DNA RNA എഴുതിയിരിക്കുന്നതിന്റെ മീനിങ് എന്താ. അതായത് DNA RNA നൈട്രജൻ ബേസസ് ആണ്. ഈ നൈട്രജൻ ബേസ് പല കോമ്പിനേഷനിൽ വായിക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താണ് ഉണ്ടാക്കുന്നത്. ഒരു RNA ഉണ്ടാകുന്നതിന് അതിന്റെ മീനിങ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അത് പ്രോട്ടീൻ ആയിട്ട് അതിന്റെ അമിനോ ആസിഡ്സ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ. അപ്പൊ നമുക്കറിയണം ഇന്ന RNA ഉണ്ടാവുമ്പോൾ അത് ഇന്ന പ്രോട്ടീനെ കോഡ് ചെയ്ത് ഇന്ന അമിനോ ആസിഡ്സ് ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയണമല്ലോ ഏത് കോഡ് ഏത് അമിനോ ആസിഡ്സിന് ഉണ്ടാക്കുന്നു. അത് മനസ്സിലാക്കേണ്ട ഒരു ലാംഗ്വേജ് ആണ് എന്ത്? ജനറ്റിക് കോഡ്. ഇനി നെക്സ്റ്റ് തിങ്, ഈ ലാംഗ്വേജ് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം? ഈ ലാംഗ്വേജിലെ ലെറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. ആൻഡ് അഗെയിൻ നമുക്കറിയാം DNA ഉണ്ട്, RNA ഉണ്ട്, അതിൽ ചില ബേസിക് ഡിഫറൻസസ് ഉണ്ട്. DNAയിലെ ലെറ്റേഴ്സ് എന്തൊക്കെയാണ്? ATGC. അതേസമയം RNAയില് Tന്റെ സ്ഥലം U വരും. ബാക്കിയൊക്കെ സെയിം. ഇനി നിങ്ങൾ ലെറ്റേഴ്സും പഠിച്ചു, അതായത് ABCD പഠിച്ചു. എന്താണ് ഇവിടുത്തെ ABCD? ATGC അല്ലെങ്കിൽ AUGC. ഇനി നമ്മൾ പതുക്കെ വേർഡ്സ് പഠിക്കണം. വേർഡ്സ് നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നോക്കുകയാണെങ്കിൽ മില്യൺസ് ഓഫ് വേർഡ്സ് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ മില്യൺസ് ഒന്നുമില്ല. ഒരു സ്റ്റഡിയബിൾ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന റീഡബിൾ രീതിയിലുള്ള വേർഡ്സേ ഉള്ളൂ. ആ വേർഡ്സ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 64 വേർഡ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ആ 64 വേർഡ്സ് നമുക്ക് എന്തിനാണ് ഫൈനലി വേർഡ്സ് വേണ്ടത്? മീനിങ് ഉണ്ടാക്കാനുള്ള മീനിങ് ഫുൾ സെന്റൻസസ് ഉണ്ടാക്കാൻ. പക്ഷേ ഈ 64 വേർഡ്സിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 61 വേർഡ്സിൽ മീനിങ് ഉണ്ട്, മീനിങ് ഫുൾ ആണ്. പക്ഷെ ഇതിലെ 3 വേർഡ്സ് നോ മീനിങ്, അതായത് മീനിങ് ഒന്നുമില്ല, ജസ്റ്റ് വേർഡ്സ് മാത്രം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ പ്രൊപ്പോസിഷൻസ് ഒക്കെ പഠിക്കും, ഓൺ ഓഫ് അങ്ങനത്തെ സാധനങ്ങൾ, ആറ്റ് ബിയോണ്ട് എന്നെല്ലാം പഠിക്കുമ്പോൾ അതിന് വലിയ മീനിങ് ഇല്ല, പക്ഷെ ഒരു ജസ്റ്റ് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വേർഡ്സ്. അതേമാതിരി തന്നെ ഇവിടെ 61 വേർഡ്സിൽ മീനിങ് ഉണ്ട്, പക്ഷെ 3 വേർഡ്സിൽ ജസ്റ്റ് മീനിങ് ഒന്നുമില്ല. ആൻഡ് നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വേർഡ്സ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വേർഡ്സ് ഡിഫറെന്റ്, അതായത് പല പല കോമ്പിനേഷൻസിലുണ്ട്. അതായത് ഇപ്പോ 3 ലെറ്റേഴ്സിലെ വേർഡ് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ പറയും? കാറ്റ്, ബാറ്റ്. ഇനി 4 ലെറ്റർ വേർഡ് ഉണ്ടോന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? 4 ലെറ്റർ ആണ്. ആൻഡ് ലേറ്റ്, കൈറ്റ്, ഇതൊക്കെ 4 ലെറ്റർ വേർഡ് ആണ്. ഇനി 5 ലെറ്റർ വെച്ചാൽ ആപ്പിൾ. അങ്ങനെ ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ എത്ര ലെറ്റേഴ്സ് വേണമെങ്കിലും ഉള്ള വേർഡ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ എല്ലാ വേർഡ്സിനും, ഇവിടുത്തെ എല്ലാ വേർഡ്സിനും എത്ര ലെറ്റേഴ്സേ ഉള്ളൂ? ആകെ 3 ലെറ്റേഴ്സേ ഉള്ളൂ. ഈ 3 ലെറ്റേഴ്സുള്ള വേർഡ്സിനെ നമ്മൾ വിളിച്ചത് എന്താണ്? കോഡോൺ. ഈ കോഡോൺ എന്തിനു വേണ്ടി കോഡ് ചെയ്യുന്നതാണ്? ഫൈനലി അമിനോ ആസിഡ്സ് ഉണ്ടാക്കാനുള്ള കോഡോൺ ആണ് ഈ 3 ലെറ്റർ ആയിട്ടുള്ള വേർഡ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി. നിങ്ങൾ വേർഡ്സ് പഠിച്ച് എത്ര ലെറ്റേഴ്സ് ഉണ്ട് അതിനെ നോക്കി പഠിച്ചു, എത്രയേ ഉള്ളൂ? നെസസറിലി 3 ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഈ ജനറ്റിക് കോഡ് കൊണ്ടുവന്നത് ആരാണ്? ഏത് സയന്റിസ്റ്റ് ആണ്? ജോർജ് ഗാമോ. ഈ സയന്റിസ്റ്റ് ആണ് ഈ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് ഇതൊക്കെ നമുക്ക് ബുക്കിൽ എഴുതി നോട്ട് ചെയ്ത് വെച്ചത്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്താന്ന് വെച്ചാല് ഈ കോഡോണിൽ 3 ലെറ്റേഴ്സ് ആയത് നമ്മൾ എന്ത് പറഞ്ഞു? കോഡോൺ എന്തെന്ന് വിളിച്ചു? കോഡോണ് ട്രിപ്ലെറ്റ്. കോഡോൺ എന്തിന്റെ 3 ലെറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ട്രിപ്ലെറ്റ് എന്ന് വിളിച്ചു. അതായത് 3 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഈ കോഡോൺസിന്, വിച്ച് ഫർദർ കോഡ്സ് ഫോർ അമിനോ ആസിഡ്സ്. ഇനി നമുക്ക് ടോട്ടൽ അമിനോ ആസിഡ്സ്, അതായത് നമുക്കിപ്പോ ഫൈനലി അമിനോ ആസിഡ്സ് ഉണ്ടാക്കാനാണ് നമ്മുടെ എയിം. അത് ഫ്രം ഏതിനാണ് ഉണ്ടാക്കേണ്ടത്? കോഡോൺസിൽ. ഇനി പക്ഷെ നമ്മൾ നോക്കിയപ്പോ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് എത്ര എണ്ണേ ഉള്ളൂ? ബയോമോളിക്യൂൾസിൽ എന്ത് പഠിച്ചു? സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ഹ്യൂമൻസിൽ അല്ലെങ്കിൽ ലിവിങ് ഓർഗൻസിൽ 20 തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണം? 20 ഡിഫറെന്റ് കോഡോൺസ് വേണം നമ്മൾ ആലോചിച്ചു. ആൻഡ് ഈ ട്രിപ്ലെറ്റ് എങ്ങനെയാ കൺഫേം ചെയ്തതെന്ന് വെച്ചാല് ആദ്യം നമ്മൾ സിംഗ്ലെറ്റ് എടുത്തു. സിംഗ്ലെറ്റ് എന്ന് വെച്ചാൽ സിംഗിൾ വേർഡ്. സിംഗ്ലെറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എത്രയേ ഉള്ളൂ?
ആകെ എ ടി ജി സി 4 എണ്ണേ ഉള്ളൂ. അപ്പോ സിംഗ്ലറ്റ് മാത്രം ആക്കിയിട്ടാണ് നമ്മൾ അമിനോ ആസിഡ്സ് ഉണ്ടാക്കാമെങ്കിൽ ഇവിടെ എത്ര അമിനോ ആസിഡ്സ് കിട്ടൂ? 4 അമിനോ ആസിഡ്സേ കിട്ടുള്ളൂ. അപ്പൊ സിംഗ്ലറ്റിൽ എത്ര? 4 അമിനോ ആസിഡ്സ്. പക്ഷെ നമുക്ക് എത്ര എണ്ണം വേണം? ഫൈനലി എ എന്ന് പറഞ്ഞാൽ 20 അമിനോ ആസിഡ്സ് ഉണ്ടാക്കാനാണ്. അപ്പൊ നമ്മള് ഡബ്ലറ്റ് എടുത്ത് നോക്കി. ഡബ്ലറ്റ് എടുത്ത് നോക്കുമ്പോൾ അഗെയിൻ ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ എടുത്ത് നോക്കിയപ്പോ 4 into 4 16 അമിനോ ആസിഡ്സ്. അഗെയിൻ പോരാ, നമുക്ക് 20 അമിനോ ആസിഡ്സ് ഉണ്ടാക്കണം. അതായത് 20 അമിനോ ആസിഡ്സ് ആണ് ഫൈനൽ എ. അപ്പൊ നമ്മൾ ഫൈനലി ട്രിപ്ലറ്റ് എടുത്ത് നോക്കിയപ്പോ 64 അമിനോ ആസിഡ്സ് കിട്ടും. 64 അമിനോ ആസിഡ്സ് കൂടുതലാണെങ്കിലും പക്ഷെ മിനിമം 20 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ കോഡോൺ എന്തായി? ട്രിപ്ലറ്റ് ആയി. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമ്മൾ ജനറ്റിക് കോഡിന്റെ ലാംഗ്വേജ് പഠിച്ചു, വേർഡ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. ഈ ലെറ്റേഴ്സ് വേർഡ്സ് മീനിങ് ഉണ്ടാവുന്ന എപ്പോഴാണ്? അമിനോ ആസിഡ്സ് ഉണ്ടാവുന്നതാണെന്ന് പഠിച്ചു. ഇനി ട്രിപ്ലറ്റ് എങ്ങനെയാ വന്നതെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ ജനറ്റിക് കോഡ് ക്രാക്ക് ചെയ്തത്. ക്രാക്കിംഗ് ജനറ്റിക് കോഡ് ആരാണ്? സയന്റിസ്റ്റിന്റെ പേര് പഠിക്കുന്നത്. ഫസ്റ്റ് നിരൻബർഗ് ആൻഡ് മാത്തേ. ഈ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്തു. എക്സ്പെരിമെന്റ്സ് എന്താന്ന് പറഞ്ഞാല് എക്സ്പെരിമെന്റ് പറഞ്ഞിട്ട് ഞാൻ എക്സ്പെരിമെന്റ് ഒരു കണ്ടെയ്നർ എടുത്തു. ആൻഡ് ഈ കണ്ടെയ്നറിൽ അയാൾ എന്ത് യൂസ് ചെയ്തു? യൂസ്ഡ് ഓൺലി ഹോമോ പോളിമേഴ്സ് സെയിം സാധനം മാത്രം, ഡിഫറെന്റ് സാധനം. നമ്മുടെ കയ്യിൽ ഡിഫറെന്റ് ബേസസ് ഉണ്ട്. RNA-ലാണ് ഇവർ എക്സ്പെരിമെന്റ്. നമുക്കറിയാം എത്ര ബേസ് ഉണ്ട്? A, U, G, C ഒക്കെ ഉണ്ട് നമുക്കറിയാം. ഇനി ഇവര് എന്തേ എടുത്തുള്ളൂ? നമ്മുടെ യുവിനെ കൊണ്ടുള്ള UTP മാത്രം എടുത്തു. അതായത് ഈ UTP മാത്രം എടുത്തതുകൊണ്ട് നമ്മൾ അതിന് എന്ത് വിളിച്ചു? ഹോമോ പോളിമേഴ്സ് വിളിച്ചു. ആൻഡ് അവർ ഇതിലേക്ക് കുറെ UTP-നെ ഇട്ടു. ഇട്ട് ഇവര് ഒരു എൻസൈമും കൂടി ഇട്ടു. സിവിയർ ഒക്കോവ എൻസൈം. ഈ എൻസൈമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേക ശക്തികളുണ്ട്. എന്താണ്? they form RNA without DNA template. അതായത് നമുക്കിപ്പോ DNA RNA ഉണ്ടാക്കാനുള്ളൊരു ഇൻവിട്രോ രീതിയിൽ ഫെസിലിറ്റി ഇല്ല. അപ്പൊ നമുക്ക് DNA ഇല്ലാണ്ടാക്കണം. ആൻഡ് നമുക്ക് ഹോമോ പോളിമർ യൂസ് ചെയ്യാനും പാടുള്ളൂ. അപ്പൊ അങ്ങനെ അതിന് പറ്റുന്ന ഒരു എൻസൈം, സിവിയർ ഒക്കോവ എൻസൈം നമ്മൾ ഒരു കണ്ടെയ്നറിൽ എടുത്തു. ആൻഡ് ആദ്യം അതെടുത്ത് ഈ എൻസൈമും കൂടി ആഡ് ചെയ്തു. ഈ എൻസൈമും കൂടി ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇതിന് ഫൈനലി എന്ത് കിട്ടി? നമ്മുടെ mRNA കിട്ടി. mRNA ഉണ്ടായപ്പോ ആ mRNA എടുത്ത് നോക്കിയപ്പോ 5'3' നമ്മൾ എന്ത് കണ്ടു? യു ഇങ്ങനെ കുറെ സീക്വൻസസ് കണ്ടു. നമുക്കറിയാം ആകെ UTP, അതായത് ഹോമോ പോളിമർ നമുക്ക് യു മാത്രമേ കിട്ടിയുള്ളൂ. ആൻഡ് നമുക്കറിയാം കോഡോൺ എന്താണ്? ട്രിപ്ലറ്റ് ആണെന്ന് അറിയാം. ഇനി ഇതിന് ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യണം. ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ നമുക്കറിയാം ട്രിപ്ലറ്റ് ആയതുകൊണ്ട് തന്നെ ഇവര് മീനിങ് ഉണ്ടാക്കുമ്പോൾ ഗ്രൂപ്പ് ഓഫ് 3 ആയിട്ടേ ഉണ്ടാക്കുള്ളൂ. അപ്പോ 3 ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് 3 U കൊണ്ടുള്ള കോഡോൺ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? എൻസൈം ഫിനൈൽ അലാനിൻ ഉണ്ടായി. അതായത് ഫിനൈൽ അലാനിന്റെ ഒരു ചെയിൻ തന്നെ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവർ ഏത് എക്സ്പെരിമെന്റില് യു കോഡ്സ് ഫോർ ഫിനൈൽ അലാനിൻ. ആൻഡ് അതുകൊണ്ട് തന്നെ യു ആയിരുന്നു ഫസ്റ്റ് കോഡോൺ ടു ബി ക്രാക്ട്. അപ്പൊ ഇത്രയും മനസ്സിലായി. ഇനി നമ്മുടെ അടുത്ത എൻസൈം ഉണ്ട്. ആൻഡ് അഗൈൻ ഈ എൻസൈം എന്താണ്? DNA ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള RNA പോളിമറേസ് ആണ്. ഇനി നെക്സ്റ്റ് വന്നത് ഹർഗോബിന്ദ് ഖുറാന. അയാൾ എന്ത് ചെയ്തു? ഹോമോ പോളിമറിന്റെ കൂടെ ഒരു കോ പോളിമറും കൂടി എടുത്തു. അതായത് ഒരു ഹെട്രോ പോളിമറും കൂടി എടുത്തു. കോ പോളിമർ എന്ന് വെച്ചാൽ ഒരു ഹെട്രോ പോളിമർ. ആൻഡ് അത് ഏതൊക്കെ എടുത്തു? മറ്റേ UTP മാത്രമേ എടുത്തുള്ളെങ്കിൽ ഇയാൾ UTPയും CTPയും എടുത്തു. ആൻഡ് അഗെയിൻ ഈ എൻസൈം ഇട്ടു. ഇതില് UTP CTP കുറെ എണ്ണം എടുത്തു. ആൻഡ് നമ്മുടെ എൻസൈം, അതായത് സിവിയർ ഒക്കോ എൻസൈം ഇട്ടു.
ആൻഡ് ഫൈനലി നമുക്ക് എന്ത് കിട്ടി? MRNA കിട്ടി. ആൻഡ് ഈ MRNA വായിച്ചു നോക്കിയപ്പോ CU ഇതിന്റെ ഒരു സീക്വൻസ് ആണ് നമുക്ക് കണ്ടത്. ആൻഡ് നമുക്കറിയാം ഇനി ഇത് എന്ത് അണ്ടർഗോ ചെയ്യണം? ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്യണമെങ്കിൽ എങ്ങനെ പറ്റുള്ളൂ? ആസ് എ ബാച്ച് ഓഫ് 3 അണ്ടർഗോ അവര് എന്ത് അണ്ടർവെന്റ് ചെയ്തു? ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്തപ്പോ ആദ്യത്തെ അമിനോ ആസിഡ് എങ്ങനെയായിരിക്കും? CUCയിൽ നിന്നുണ്ടാവുന്നതാണ്. അതിന് അവർക്ക് എന്ത് കിട്ടി? ലൂസീന്ന് കിട്ടി. ആൻഡ് നെക്സ്റ്റ് എന്തായി? UCU ആയി. ആ UCUനെ സെറീൻ റീഡ് ചെയ്തു. അങ്ങനെ ലൂസീന്റെയും സെറീന്റെയും ഒരു ചെയിൻ അവർക്ക് കിട്ടി. അപ്പോ ഇയാൾ ചെയ്ത എക്സ്പെരിമെന്റിൽ ഫൈനൽ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഫൈനൽ ഇൻഫറൻസ് എന്താണ്? CUC കോഡ്സ് ഫോർ ലൂസീൻ, UCU കോഡ്സ് ഫോർ സെറീൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹർഗോബിന്ദ് ഖുറാന നെക്സ്റ്റ് കണ്ടുപിടിച്ചു. ഈ രണ്ട് ഫൈൻഡിങ്സിനും വേണ്ടി കണ്ടുപിടിച്ചതുകൊണ്ട് ആർക്ക് നോബൽ പ്രൈസ് കിട്ടി? ഖുറാന ആൻഡ് നിരൻബർഗ് രണ്ടാക്കും നോബൽ പ്രൈസ് കിട്ടി. അവരെന്ത് ക്രാക്ക് ചെയ്തുകൊണ്ട്? ജനറ്റിക് കോഡ് ക്രാക്ക് ചെയ്തതുകൊണ്ട് അവർക്ക് നോബൽ പ്രൈസും കിട്ടി. ഇനി നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായി. നമ്മൾ ലാംഗ്വേജ് പഠിച്ചു, ഇതിന്റെ സയന്റിസ്റ്റ് എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്, ആ മീനിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് ജനറ്റിക് കോഡ് ക്രാക്ക് ചെയ്ത് എങ്ങനെയാന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജനറ്റിക് കോഡ് അല്ലെങ്കിൽ കോഡോണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ കോഡോൺ ഇസ് എ ട്രിപ്ലെറ്റ്. അത് ബേസിക് നോളജ് ആണ്, അറിഞ്ഞിരിക്കണം. ഏത് പ്രോസസ് അണ്ടർഗോ ചെയ്യാൻ ഇനി വരുന്ന ട്രാൻസ്ലേഷനിൽ അടുത്ത് അറിഞ്ഞിരിക്കുന്നത് കോഡോൺ ഇസ് എ ട്രിപ്ലെറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. അതായത് കോഡോൺ എത്ര ബേസസ് ഉണ്ട്? കോഡോൺ ഹാസ് 3 ബേസസ്. ഇതെങ്ങനെയാ കണ്ടുപിടിച്ചത്? ആരാണ് കണ്ടുപിടിച്ചത്? നമുക്കറിയാം സിംഗ്ലെറ്റ് ആയിരുന്നെങ്കിൽ 4 അമിനോ ആസിഡ്സ് കിട്ടിയത്. ഡബ്ലെറ്റ് ആയിരുന്നെങ്കിൽ 4 സ്ക്വയർ, അതായത് 16 അമിനോ ആസിഡ്സ്. അതും പോരാ, ഇതും പോരാ. 4 ക്യൂബ് നോക്കിയപ്പോ, അതായത് ട്രിപ്ലെറ്റ് ആയപ്പോ നമുക്ക് 64 അമിനോ ആസിഡ്സ് കിട്ടി. അത് നമുക്ക് 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ഉണ്ടാക്കാൻ അത് മതി. ഇത് കണ്ടുപിടിച്ചത് ഗാമോ. അപ്പൊ കോഡോൺ ഇസ് എ ട്രിപ്ലെറ്റ് എന്ന ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്, എല്ലാവർക്കും ഈ കോഡോൺ എങ്ങനെയാണ്? യൂണിവേഴ്സൽ ആണ്. അതായത് ഓൾ കോഡോൺസ് കോഡ് ഫോർ സെയിം അമിനോ ആസിഡ് ഇൻ ഓൾ ഓർഗാനിസം. ഇതിലെ കീവേഡ് എന്താണ്? ഓൾ ഓർഗാനിസം. ഏത് ഓർഗാനിസം എടുത്താലും ഒരു പെർട്ടിക്കുലർ കോഡോൺ ഒരു അമിനോ ആസിഡ് കോഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഓർഗാനിസത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അഗെയിൻ ഇതിലൊരു എക്സെപ്ഷൻ വന്നു. എന്താണ് എക്സെപ്ഷൻ? മൈറ്റോകോൺഡ്രിയൽ DNA ഇൻ മാമൽസിന്റെ മൈറ്റോകോൺഡ്രിയൽ DNA ആൻഡ് ഈസ്റ്റ് സെല്ലിലും എടുത്തു നോക്കിയപ്പോ അവർ കണ്ടു UGA എന്ന് പറഞ്ഞ കോഡ്സ് ഫോർ ട്രിപ്റ്റോഫാൻ. ആക്ച്വലി ബാക്കി എല്ലാ ഓർഗാനിസത്തിനും വിത്തൗട്ട് എക്സെപ്ഷൻ എങ്ങനെയായിരുന്നു? UGA എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് കോഡോൺ ആയിരുന്നു. സ്റ്റോപ്പ് കോഡോൺ എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ ഈ കോഡോൺ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ലേഷന്റെ മെഷീനറി സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് എല്ലാ പ്രോസസ്സും നിർത്തി ടെർമിനേറ്റ് ചെയ്യും. ട്രാൻസ്ലേഷൻ ടെർമിനേറ്റഡ് ആയിപ്പോ. അങ്ങനെ ഒരു കോഡോൺ ആയിരുന്നു ഏത്? UGA. പക്ഷെ മൈറ്റോകോൺഡ്രിയൽ DNA ഓഫ് മാമൽസിലും ഈസ്റ്റ് സെല്ലിലും UGA എന്തിന് കോഡ് ചെയ്യുന്നതായിട്ട് കണ്ടു? ട്രിപ്റ്റോഫാനിന് കോഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. നെക്സ്റ്റ് എക്സെപ്ഷൻ AGA എന്ന് പറയുന്നത് ഈ മൈറ്റോകോൺഡ്രിയൽ DNAയിലും ഈസ്റ്റ് സെല്ലിലെ DNAയിലും ഏതാണ്? സ്റ്റോപ്പ് കോഡോൺ ആണ്. അതായത് ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ നടക്കുന്ന കോഡോൺ ആയിരുന്നു. പക്ഷെ ആക്ച്വലി വിത്തൗട്ട് എക്സെപ്ഷൻ ബാക്കിയുള്ള ഓർഗാനിസത്തിലും AGAയും ആർജിനിനെ കോഡ് ചെയ്യുന്ന കോഡോൺസ് ആയിരുന്നു. അപ്പോ 2 എക്സെപ്ഷൻ പഠിച്ചു വെക്കാം. ഇനി എന്താണ് നോട്ട് ചെയ്യേണ്ടത്? നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ DNAയില് 4 സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട്. മൈറ്റോകോൺഡ്രിയൽ DNAയില് 4 സ്റ്റോപ്പ്
കോഡോൺസ് ഉണ്ട്. ആ 4 സ്റ്റോപ്പ് കോഡോൺസ് അറിഞ്ഞിരിക്കുക പേര്. UAA, UAG, ഇത് രണ്ടും നമ്മുടെ നോർമൽ, അതായത് എക്സെപ്ഷൻ ഇല്ലാണ്ടും സ്റ്റോപ്പ് കോഡോൺസ് തന്നെയാണ്. പക്ഷെ 2 എക്സ്ട്രാ ഉണ്ട്. ഏതൊക്കെ? AGG ആൻഡ് AGA. ഇനി നമ്മുടെ ന്യൂക്ലിയർ DNA എങ്ങനെയാണ്? എത്ര സ്റ്റോപ്പ് കോഡോണേ ഉള്ളൂ? 3 സ്റ്റോപ്പ് കോഡോൺ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്ക് 64 വേർഡ്സ് ഉണ്ടായിരുന്നു. അതിൽ 3 വേർഡ്സ് കോഡോൺസിന് മീനിങ്ലെസ് ആയിരുന്നു. പക്ഷെ മീനിങ്ലെസ് ഇൻ ദ സെൻസ് അമിനോ ആസിഡ്സ് ഉണ്ടാക്കില്ല എന്നുള്ളൂ. പക്ഷെ അവരുടെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യുക, അതായത് സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുക. UAA, UAG, UGA. ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. സ്ഥിരം ചോദിക്കുന്ന ന്യൂക്ലിയർ DNA സ്റ്റോപ്പ് കോഡോൺസ്, അതിന്റെ ഡിഫറെന്റ് നെയിംസ്. അത് നമ്മൾ അടുത്ത പോയിന്റിൽ പറയും. അത് നമ്മൾ പഠിച്ച 2 പോയിന്റ്, കോഡോൺസ് ട്രിപ്ലെറ്റ് ആൻഡ് യൂണിവേഴ്സൽ ആണ്. അതായത് ഏത് ഓർഗാനിസം എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് ഏത് കോഡോൺ കിട്ടിയാലും അത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് എന്ത് തന്നെയായിരിക്കും? എല്ലാ ഓർഗാനിസത്തിലും സെയിം തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റോപ്പ് കോഡോണിനെ പറ്റിയാണ്. സ്റ്റോപ്പ് കോഡോൺ അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺ അല്ലെങ്കിൽ നോൺ സെൻസ് കോഡോൺ, അതായത് സെൻസ് ഉണ്ടാക്കുന്നില്ല, അതായത് മീനിങ്ലെസ് ആണ്, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്ന കോഡോൺസ്. അത് ഏതൊക്കെയാണ്? UAA, UAG, UGA. ഇതിന് ഡിഫറെന്റ് നെയിംസും കൂടി ഉണ്ട്. ആ നെയിംസ് എപ്പോഴും MCQ ചോദിക്കുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ് നെയിംസ്. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്താൽ കിട്ടുന്ന മാർക്കാണത്. ആക്ച്വലി ചാപ്റ്ററിന് 10 ക്വസ്റ്റ്യൻസ് അറൌണ്ട് പെർ ഇയർ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഒരു പോയിന്റും വിട്ട് പഠിക്കാൻ പറ്റില്ല. UAA അതിന്റെ പേരെന്താണ്? ഓക്കർ. UAG-ന് ആംബർ ആൻഡ് UGA-ന് ഓപ്പൽ. ഇതാണ് അതിന്റെ പേര്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോപ്പ് കോഡോൺസും അതിന്റെ ഡിഫറെന്റ് നെയിംസ്. ഇനി സ്റ്റോപ്പ് കോഡോൺ പറ്റി പഠിച്ചു. ഇനി അടുത്ത പോയിന്റ് ഇനീസിയേഷൻ കോഡോൺ. സ്റ്റോപ്പ് കോഡോൺ പഠിച്ചു, അതായത് ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന എവിടെയാന്ന് നമുക്കിനി അറിയാം. പക്ഷെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ഇനീസിയേഷൻ കോഡോൺ അല്ലെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ ഏതാണ് നമുക്ക് അറിയണം. അതെന്താണ്? AUG. AUG ആണ് സ്റ്റാർട്ട് കോഡോൺ. അഗെയിൻ ഈ AUG എന്താണ്? ബൈ ഫങ്ഷണൽ ആണ്. ബൈ ഫങ്ഷണൽ ഇൻ ദ സെൻസ് അത് ഒന്ന് ഇനീസിയേഷൻ കോഡോൺ ആയിട്ടും ആക്ട് ചെയ്യും, ആൻഡ് അതൊരു അമിനോ ആസിഡിന്റെ കോഡ്. നമുക്കൊരു സ്റ്റോപ്പ് കോഡോൺ എന്ത് ചെയ്യുള്ളൂ? സ്റ്റോപ്പ് മാത്രമേ ചെയ്യുള്ളൂ, അമിനോ ആസിഡ്സിന് കോഡൊന്നും ചെയ്യും. പക്ഷെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന കോഡോൺ എന്താ? ബൈ ഫങ്ഷണൽ ആണ്. ഇനീഷ്യേറ്റും ചെയ്യും, കോഡിങ്ങും ചെയ്യും ഫോർ അമിനോ ആസിഡ്സ്. ആൻഡ് അഗെയിൻ യൂകരിയോട്ടിലും പ്രോകരിയോട്ടിലും ഡിഫറൻസും ഉണ്ട്. യൂകരിയോട്ടിൽ എങ്ങനെയാ? അത് മിഥിയോനൈൻ ഉണ്ടാക്കുന്ന കോഡോണാണ് AUG, അതായത് സ്റ്റാർട്ട് കോഡോൺ. പക്ഷെ പ്രോകരിയോട്സിൽ അവരെന്തുണ്ടാക്കും? FMET, അതായത് ഫോർമൈൽ മെഥിയോണിൻ. അപ്പൊ നമ്മൾ ഇനീഷ്യേഷൻ കോഡിനെ പറ്റി പഠിച്ചു. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എത്രാമത്തെ? 5ാമത്തെ പോയിന്റ് നോൺ ആംബിഗ്യൂസ്. ആംബിഗ്യൂസിന്റെ മീനിങ് എന്താ? ക്ലിയർ അല്ലാത്ത, അതായത് നോട്ട് സോ ക്ലിയർ, അതായത് ക്ലാരിറ്റി ഇല്ലാത്ത. അപ്പൊ നോൺ ആംബിഗ്യൂസ് എന്താ? ക്ലിയർ ആയതിനാണ് നോൺ ആംബിഗ്യൂസ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്നത്. ക്ലിയർ ആയതിനെ നമ്മൾ നോൺ ആംബിഗ്യൂസ്, ഒരു സംശയം ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവില്ലാത്ത, അതായത് നല്ല ക്ലിയർ ആയിട്ടുള്ളത്. അതായത് കോഡോൺസ് സ്പെസിഫിക് ആണ്. അതായത് 1 കോഡോൺ കോഡ്സ് ഫോർ 1 അമിനോ ആസിഡ്. അതായത് ഒരു കോഡോൺ എടുത്ത് നോക്കിയാൽ അത് എത്ര അമിനോ ആസിഡ്സ് ഉണ്ടാക്കും? അതായത് നമ്മൾ AUG ഫോർ എക്സാമ്പിൾ എടുക്കുമ്പോൾ അത് മിഥിയോണിൻ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അല്ല, ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കുക, AUG തന്നെ മിഥിയോണിനും സെറീനും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളി എല്ലാം കോംപ്ലക്സും അൺക്ലിയറും ആവും. പക്ഷെ ഇതെങ്ങനെയാ? നല്ല ക്ലിയർ ആയതുകൊണ്ട് എങ്ങനെയാ? നോൺ ആംബിഗ്വിറ്റി നേച്ചർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? AUG കാണുകയാണെങ്കിൽ നമുക്ക് എന്തേ കാണുള്ളൂ? നമുക്ക് മെത്തിയോനൈൻ ആണ് ഉണ്ടാവാന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. AUG കോഡ് ഫോർ മെത്തിയോനൈൻ. അതേപോലെ തന്നെ ഏത് കോഡോൺ എടുത്താലും അത് കോഡ്സ് ഫോർ ഈ ഒരൊറ്റ സാധനം, അതായത് 1 കോഡോൺ ഏതോ ഒരൊറ്റ അമിനോ ആസിഡ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. രണ്ട് പല ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ടാക്കില്ല. ഇനി ഈ നോൺ ആംബിഗ്വിറ്റി നേച്ചറിന് അടുത്ത പോയിന്റ് ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്ന് വെച്ചാൽ GUG, വിച്ച് ഇസ് ആംബിഗ്വസ്. അപ്പൊ നോൺ ആംബിഗ്വിറ്റി
ഇല്ലാണ്ട് വന്ന ഒരു കോഡോൺ ഏതാണ്? GUG. കാരണം അത് ജനറലി കോഡ്സ് ഫോർ ജനറലി അവർ ഏതാണ് ഉണ്ടാക്കുന്നത്? വാലിൻ ഉണ്ടാക്കുന്ന കോഡോൺ ആണ്. പക്ഷെ GUG ഇൻ പ്രോകെറിയോട്സ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇനീഷ്യേഷൻ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്ത് ഏതുണ്ടാക്കും? മെത്തിയോനൈൻ ഉണ്ടാക്കും. അപ്പോ എന്ത് മനസ്സിലായി? നോൺ ആംബിഗ്വിറ്റി നേച്ചറിന് ഒരു എക്സെപ്ഷൻ നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് സിക്സ്ത് പോയിന്റ് എന്താ വെച്ചാല് നമ്മള് കോമാലസ് അതിന്റെ ഓർ കണ്ടിന്യൂസ് നമ്മുടെ കോഡോൺ ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുള്ളൂ. അതായത് 5' to 3' നമ്മൾ AUG GUG UAA ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് എന്താണ്? നമുക്ക് ട്രാൻസ്ലേഷൻ തുടങ്ങി. ഇത് AUG എന്താണ്? ഇനീഷ്യേഷൻ കോഡോൺ ആണ്. അപ്പൊ ഇത് മെത്തിയോനൈൻ ഉണ്ടാക്കി. ഇനി നെക്സ്റ്റ് ഈ G വിട്ടിട്ട് അടുത്ത ഈ 3 വെച്ച് ഉണ്ടാക്കാന്ന് വിചാരിക്കില്ല. ഏതാണ്? ഒരു കോഡോണെ പോലും വെറുതെ വിടാതെ ആസ് എ ബാച്ച് ഓഫ് 3 അവരെടുത്ത്, അതായത് കണ്ടിന്യൂസ് ആണ്, ഡിസ്കണ്ടിന്യൂസ്, അതായത് ഇതിനെ സ്കിപ്പ് ചെയ്ത് അതിൽ അടുത്തതിലേക്ക് അടക്കാം അങ്ങനെ വിചാരിക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് നടക്കും? നമ്മുടെ ട്രാൻസ്ലേഷൻ നടക്കും. ഇനി 7th പോയിന്റ് നോൺ ഓവർ ലാപ്പിംഗ്. നമ്മൾ ആദ്യം പഠിച്ച ഗ്യാപ്പ് വിടില്ലാന്ന്. ഇനി പഠിക്കുന്ന എന്താ? നമ്മൾ AUG കഴിഞ്ഞു. ഈ AUGയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ജീനെ നമുക്ക് അടുത്തതിലും കൂടി കൂട്ടാം എന്ന് വിചാരിച്ച് അങ്ങനെ ഓവർലാപ്പ് ചെയ്തും എടുക്കില്ല. നോൺ ഓവർലാപ്പിംഗ് ആണ്. ഇനി ഫൈനൽ പോയിന്റ് എന്താണ്? ഡീജനറേറ്റ് എന്താണ്? നമുക്കറിയാം കോഡോൺ, അതായത് മീനിങ് ഫുൾ കോഡോൺ 61 ആണ്. അതായത് അമിനോ ആസിഡ് കോഡ് ചെയ്യുന്ന കോഡോൺ 61 ആണ്. ആൻഡ് അമിനോ ആസിഡ്സ് 20 ആണ്. അതായത് അതായത് 61 കോഡോൺസ്, 61 വേർഡ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഉണ്ടായി വരുന്ന മീനിങ് എത്രയേ ഉള്ളൂ? 20 മീനിങ്ങേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം എന്താ? അതായത് ഡിഫറെന്റ് കോഡോൺസിന് അപ്പൊ സെയിം അമിനോ ആസിഡ്സ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി വേണം. അതായത് 1 അമിനോ ആസിഡ് ഇസ് കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. അതായത് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സെറീൻ, ലൂസീൻ, ആർജിനിൻ ഈ 3 അമിനോ ആസിഡ്സിനും കോഡ് ചെയ്യാൻ ഒരൊറ്റ കോഡോൺ അല്ല ഉള്ളത്, 6 കോഡോൺസ് ഉണ്ട്. അതായത് 6 കോഡോൺ, 6 ഡിഫറെന്റ് കോമ്പിനേഷൻസ് എടുത്ത് നോക്കിയാൽ ഫൈനൽ നമുക്ക് മീനിങ് എന്തേ കിട്ടുള്ളൂ? സെറീൻ ഉണ്ടായി വരുന്ന മീനിങ് അല്ലെങ്കിൽ സെറീൻ ഉണ്ടാവുന്ന അമിനോ ആസിഡേ കിട്ടുള്ളൂ. നെക്സ്റ്റ് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലൈസീൻ, പ്രോലിൻ ഈ 2 എങ്ങനെയാണ്? 4 കോഡോൺസ്. അതായത് ഒരൊറ്റ കോഡോൺ മാത്രമല്ല. ഇനി നമ്മുടെ നോൺ ആംബിഗ്വിറ്റി നേച്ചർ പറയുന്ന ഒരു കോഡോൺ എടുത്തു കോഡോൺ ടു അമിനോ ആസിഡ് പോവുക. അതായത് ഒരു കോഡോൺ എടുക്കുമ്പോൾ അത് ഒരു അമിനോ ആസിഡ് ഉണ്ടാക്കുന്നുള്ളൂ. അതായത് ഒരു കോഡോൺ തന്നെ പല പല അമിനോ ആസിഡ് ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഡീജനറേറ്റ് എന്താ? നമ്മൾ തിരിച്ച് അമിനോ ആസിഡ് നിന്ന് കോഡോണിലേക്ക് വരാൻ ചെയ്യും. കാരണം ഒരു അമിനോ ആസിഡ് ഉണ്ടാക്കാൻ പല കോഡോൺസിന് പറ്റും. പക്ഷെ ഒരു കോഡോൺ എന്തേ ഉണ്ടാക്കുള്ളൂ? ഒരു അമിനോ ആസിഡേ ഉണ്ടാക്കുള്ളൂ. അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് ടിആർഎൻഎയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പഠിക്കാം? ട്രാൻസ്ലേഷന്റെ പ്രോസസ്സ് പഠിക്കാം. നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്തോ പഠിപ്പിച്ചപ്പോൾ ടിആർഎൻഎ അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ടിആർഎൻഎക്ക് ഏതുണ്ട്? ടിആർഎൻഎയുടെ മോഡൽ, അതായത് ഷേപ്പ് എങ്ങനെയാന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഷേപ്പിനെയാണ് 2 ഷേപ്സ് ആണുള്ളത്. അതായത് സ്ട്രക്ചർ ഓഫ് ടിആർഎൻഎ 2D ആവാം 3D ആവാം. 2 ഡയമെൻഷനലി അതിന് ക്ലോവർ ലീഫ് മോഡൽ ആണ്. പക്ഷെ 3 ഡയമെൻഷനലി അതിനൊരു ഇൻവെർട്ടഡ് ആയിട്ട് എൽ ഷേപ്പ് രീതിയിലാണ് കാണുന്നത്. ഇതിലെ ഈ ക്ലോവർ ലീഫ് മോഡൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ച് നമ്മുടെ ട്രാൻസ്ലേഷനും ബാക്കി NCERT ക്വസ്റ്റ്യൻസും കൂടി ചെയ്താൽ ഒരു പാർട്ട് കൂടി കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ട്രാൻസ്ലേഷൻ വെച്ച് കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു.